നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊന്നും ഓർത്ത് വിശാൽ സാറ് വെറുതെ സങ്കടപ്പെടണ്ട. പാർവതി, സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ നീ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനു പകരം ഞാൻ എന്ത് തന്നാലും മതിയാവുക. എനിക്കൊന്നും വേണ്ട. വിശാൽ സാറിന്റെ ഈ സ്നേഹം മാത്രം മതി. പാർവതി, നീ ജനിച്ചതും വളർന്നതും ഗ്രാമത്തില്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വഴിപാടുകൾ നിനക്ക് പുതുമയില്ലായിരിക്കാം. പക്ഷേ ഇന്ന് നീ ആ പഴയ പാർവതിയല്ല, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ഇത് നിന്നെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് നിന്നെ പ്രഭാവതി അമ്മ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ആ വിഷമം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പറ്റില്ല പാർവതി, നിന്നെ ആരെങ്കിലും തല്ലിയാലും ശകാരിച്ചാലും എനിക്കത് താങ്ങാൻ പറ്റില്ല. വിശാൽ സർ, അങ്ങനെ മനസ്സ് വിഷമിച്ചോണ്ട നീ അന്ന് ഉപേക്ഷിച്ച ചാവി പോലും ഞാൻ വാങ്ങിവെച്ചത്. ഇത്രയൊക്കെ സ്നേഹം വിശാൽ സാറിന് എന്നോടുണ്ടെന്നറിയുമ്പോ എനിക്ക് ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വിശാൽ സർ. ആ ഭിക്ഷയെടുത്തത് നേർച്ചയാണെന്ന് മനസ്സിലായി. ആ നേർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പറയൂ പാർവതി, എന്തിനു വേണ്ടിയായിരുന്നു ആ നേർച്ച? അത് വിശാൽ സാറിന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി. പാർവതി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ എന്റെ തൊട്ടടുത്തുള്ളിടത്തോളം എനിക്ക് എന്താ ആപത്ത് വരാനാ? എനിക്ക് ഒരാപത്തും വരില്ല. അതിനുവേണ്ടി നീ ഇങ്ങനെ പ്രത്യേകിച്ച് നേർച്ചയും വഴിപാടും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ദേ, നേരം വൈകുന്നു, നമുക്ക് കഴിച്ചാലോ? ദേ, ഞാൻ നിനക്കുള്ള ഭക്ഷണം കൂടി എടുത്തിട്ടുണ്ട്. പകല് നീ തന്ന പ്രസാദം നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. ഇതെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്റെ തലയിലെടുത്തറിഞ്ഞ വിശാൽ സാർ ഇങ്ങനെയൊന്നും പറയില്ല. അത് വിശാൽ സാർ അറിയുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.